ഹായ് ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഒരു സെൽഫ് കെയർ ചെയ്യാന്ന് വിചാരിച്ചു. സെൽഫ് കെയർ എന്നൊക്കെ പറയുമ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് തലയിലൊന്നും മുടിയിലൊന്നും മാസ്ക് ഇടണം, പിന്നെ അതുവരെ മെയ്ത്തും കൈമിലൊക്കെ ഒന്ന് നല്ല ടാൻ അടിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ഒന്ന് മുഖത്തും കൈമിലൊക്കെ ഒന്ന് ഒരു പാക്ക് ഇടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ട സാധനങ്ങള് ഇടാം. നീ അപ്പൊ കടയിൽ പോയി വാങ്ങിക്കൊണ്ടാ, ഇവിടെ ഇല്ലായിരുന്നതൊന്നും. എന്താന്ന് വെച്ചാൽ റോബസ്റ്റ പഴം, അതേപോലെ തന്നെ വേണ്ടത് ബീട്രൂട്ട് നമുക്ക് സ്കിന്നിലേക്കും റോബസ്റ്റ പഴം നമുക്ക് തലയിലേക്കാണ് വേണ്ടത്. അപ്പം ഇത് ഞാന് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. സിംപ്ലി ഉണ്ണി യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഒരു യൂട്യൂബർ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇന്നൊരു കുറച്ച് ദിവസമായി ഒന്ന് സെൽഫ് കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഇന്നാണ് ആ ദിവസം. അപ്പൊ പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് വരുമ്പം നല്ല സുഖം. എല്ലാവർക്കും അറിയണ്ടാവും കേട്ടോ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ തലയിലേക്കുള്ള മാസ്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് ചോറ് മിക്സിയിലേക്ക് ഇടാം. എന്നിട്ട് പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ പഴം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നല്ല വലിയ പഴുത്തതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. പഴം അതിലേക്ക് ഇട്ട് കൊടുത്തു. സോ ഗൈസ്, നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കട്ടത്തൈരാണ്, മിൽമയുടെ. അപ്പൊ ഇത്ര എടുത്തു. നമുക്ക് നമ്മുടെ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റായി കട്ടിയിൽ അടിച്ചെടുത്തിട്ട് തലയിൽ ഒരു അരമണിക്കൂർ വെക്ക എന്നാണ് പറഞ്ഞത്. നമുക്ക് അരമണിക്കൂർ വെച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഹെയർ മാസ്ക് നല്ല ഒരു സ്മൂത്തി ആയിട്ടുള്ള സാധനം, നല്ല അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോണത് എന്താ, ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് തന്നെ. അപ്പൊ അത് ടാൻ ഒക്കെ ജസ്റ്റ് ഒന്ന് മാറും എന്നാണ് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതും ട്രൈ ചെയ്തു. അപ്പൊ അതിൽ ആദ്യം പിന്നെ അതിനായിട്ട് വേണ്ടത് കുറച്ച് ഉഴുന്ന് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിടാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനത്തെ പൊടിയാണ് കേട്ടോ വേണ്ടത്. ഒരു സ്ക്രബിന് വേണ്ടിയിട്ടാണല്ലോ, സ്ക്രബ് പോലെയാണ് ആ ഒരു ഫേസ് പാക്ക് ഉള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ബീട്രൂട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന്റെ നീര് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ബീട്രൂട്ട് ചേർത്തതിന് ശേഷം പിന്നെ കുറച്ച് തൈരാണ് ആവശ്യം. അങ്ങനെ തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാക്കുകൾ റെഡിയാണ്. അപ്പൊ ഒരു പാക്ക് ഇതാണ്. ദെൻ നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ തന്നെ ഏതെങ്കിലും പഴയ കുപ്പായം എടുത്തിടാൻ ശ്രദ്ധിക്കാം. വെറുതെ അതിലൊക്കെ ആയി വെറുതെ എന്തിനാ നാശാക്കണത്. അങ്ങനെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഹെയർ പാക്ക് ആദ്യം ഇടാം, അതിനുശേഷം നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഒന്ന് മുഖമൊന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് കോഴിയാണ്. അപ്പം ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ മുഖമൊന്ന് വാഷ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നത്. പിന്നെ എൻ്റെ മുടിയിലാണെന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ ഇടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആണ്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുടി നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ജട കളയുക നന്നായിട്ട്. നല്ല ഡ്രൈ ആണ് ഹെയർ. നമുക്ക് ഈ പാക്ക് ഇട്ടതിന് ശേഷം എന്താ റിസൾട്ട് എന്ന് നോക്കാം. നല്ല ഡ്രൈ ആണ്, കണ്ടാൽ തന്നെ ചിലർക്ക് മനസ്സിലാവുണ്ടാവും. ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര ഫ്രിസ്നെസ്. നമുക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് നോക്കൂ. ഇതൊരു സ്മെല്ല്, പ്രശ്നമൊന്നുമില്ല സ്മെല്ല്. നമുക്ക് സ്കാൽപ്പിലാക്കി കൊടുത്തിട്ട് അങ്ങനെ മുടി ഇങ്ങനെ കെട്ടി കൊടുക്കാം. നല്ല കാറ്റുള്ളതുകൊണ്ട് മുഖത്തൊക്കെ ആവും കേട്ടോ. അതുകൊണ്ട് താഴെയൊക്കെ ഉണ്ടാകുന്നത് നല്ല പ്രശ്നമില്ല. സാധനങ്ങളുണ്ട്, വലിയ പ്രോബ്ലം ഇല്ല. ഒന്നുകൂടി ഡ്രൈ ആവോ ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. ഇതെന്ത് കോലം ഭഗവാന്. ഭയങ്കര കട്ടിക്കുള്ള സാധനം തോന്നുന്നത്. എന്താ ഇങ്ങനെ ചേച്ചി നോക്കാം എവിടെ എത്തുന്നാവോ. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ.
ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. നമുക്ക് ഓരോ സ്ട്രിപ്പായിട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. എനിക്ക് അങ്ങനെ എടുത്ത് ചെയ്യാൻ അറിയില്ല തോന്നുന്നത് അറിയില്ല. ഇത് കൊള്ളാം. ഇങ്ങനെ ആകുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, ചേട്ടാ കുത്തൂല. ഞാൻ കുറച്ച് ഇവിടെ നിന്ന് എടുക്കാം, എന്നിട്ട് ഈ ഉള്ളിൽ തേച്ച് കൊടുക്കാം, എന്നിട്ട് ഇങ്ങനെ അങ്ങനെ തേക്കാം. ബണ്ണ് വെച്ചിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്. എനിക്ക് കാണുന്നിടത്തൊക്കെ ഞാൻ നല്ലോണം ആക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി വേണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം എന്തായാലും ഉണ്ടാക്കുക, എന്നാലേ ഇന്നെ പോലെ തികയാതിരിക്കരുത്. തലയിൽ മുടിയില്ലാത്തൊരു സുഖം, അല്ല, തലയിൽ മുടിയില്ലാത്ത പോലെ തോന്നുക. നല്ലൊരു തിക്ക് ഫേസ് പാക്ക് കിട്ടും. നല്ല രസം ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട്. തീവ്രവാദി ലുക്ക് ഉണ്ടല്ലേ കാണാൻ, കണ്ണിൻ്റെ അവിടെ മാത്രമായിട്ട്. കൈയും കൂടി ഇട്ട് നോക്കാം. എന്തായാലും എൻ്റെ കയ്യിൽ കോലപ്പൊക്കെ ഉണ്ടല്ലോ. നല്ല സുഖം, നല്ല തണുപ്പുണ്ട്. എന്തായാലും ഇതിന് ഇടുമ്പം പഴയ കുപ്പായ ഇടാൻ എന്തായാലും ശ്രദ്ധിക്കാം, അതല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതിനൊന്ന് പോലും ഉണ്ടാവില്ല, കേടുവരും ചെയ്യും. അങ്ങനെ നല്ല സുഖമായിട്ടൊരു കുളിച്ചു. നമ്മുടെ ഹെയർ പാക്കും അതേപോലെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. എനിക്ക് ഹെയർ പാക്ക് അടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അതായത് നമ്മുടെ ഉണ്ണി ചേച്ചി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സിംപ്ലി ഉണ്ണി പറഞ്ഞിട്ടുള്ള യൂട്യൂബർ ഉണ്ണി ചേച്ചിയുടെ ഹെയർ മാസ്ക് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതായത് നമ്മുടെ കണ്ടീഷണറൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കര സോഫ്റ്റ് അല്ലേ ഉണ്ടാവുക, അതേപോലെ കണ്ടീഷണർ യൂസ് ചെയ്യാതെ നമുക്കൊരു ഹെയർ പാക്ക് വെച്ചിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടുമ്പം നല്ലതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങളിത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്തു. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായത് ഫേസ് മാസ്ക് ആണ്. ആ ഫേസ് മാസ്ക് ഇട്ടിട്ട് എനിക്കെൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. പിന്നെന്താ, പക്ഷെ എന്താ കുഴപ്പമില്ല, ഒരു ബ്രൈറ്റായ പോലെയൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ബൈ. പിന്നെ ഒരു കാര്യം കൂടി, ആദ്യമായിട്ടാണ് സെൽഫ് കെയർ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സെൽഫ് കെയർ വ്ലോഗായിരിക്കും. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.